സംഘടനകൾ ഇത്തരത്തിലുള്ള ഒരു കൺസേൺ രേഖപ്പെടുത്തുന്നത് അവരുടെ ചിന്തയിൽ അവരുടെ ആശയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് ഒരുമിച്ച് പോകില്ല എന്നുള്ളത് കൊണ്ടാണ്. അതില് മ്യൂസിക് പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകള് മതത്തിലുണ്ട്. പിന്നെ അതിൽ മ്യൂസിക് പാടില്ല, ശരിക്ക് ഇടകലർന്നുള്ള ഇടപെടലുകൾ പാടില്ല എന്നൊക്കെ ചിന്തയുള്ള ആളുകൾ ഉണ്ടാകാം. അങ്ങനെയുള്ള പരിസരത്തിൽ തങ്ങളുടെ മക്കൾ ജീവിക്കണമെന്നും പഠിക്കണമെന്നും വളരണമെന്നും ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഉൾക്കൊള്ളിക്കുന്ന ഒരു പരിപാടിയല്ലേ യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തേണ്ടത്? അതല്ലല്ലോ ഇപ്പൊ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഈ 4 ദിവസം കൊണ്ട് ലഹരിയെ തുരത്താൻ ഈ സൂംബ ട്രെയിനിങ് പ്രോഗ്രാമിനെ കൊണ്ട് സാധിക്കുമെന്ന് സർക്കാർ പറയുന്നത് ഒരു പരിഹാസപരമായിട്ടുള്ള കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹലോ ഗായ്സ്, ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം എന്ന് വെച്ചാൽ നമ്മുടെ സ്കൂളുകളിൽ സൂംബ ഡാൻസ് പരിശീലിപ്പിച്ചത് മുതൽ ചില ആളുകൾക്ക് വല്ലാത്ത രീതിയിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർ പറയുന്നത് വെച്ചാൽ നമുക്ക് മ്യൂസിക് ഇഷ്ടമല്ല, ഡാൻസ് ഇഷ്ടമല്ല, നമ്മൾ ആണും പെണ്ണും അല്ല ആൺകുട്ടികളും പെൺകുട്ടികളും അടുത്ത് ഇടപഴകുന്ന ഇഷ്ടമല്ല എന്നൊക്കെയുള്ള രീതിയിലാണ് പല ഒരു മതത്തിൻ്റെ ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ ചില മതത്തിൻ്റെ പേരിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളും ആ രൂപത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ലക്ഷ്യം എന്താണ്? ഇവർക്ക് ലക്ഷ്യം എന്ന് വെച്ചാൽ നമ്മൾ മതത്തിൻ്റെ ആളുകളാണ്, ഈ മതത്തെ സംരക്ഷിക്കുന്ന ആളാണ്, മതം പറയുന്ന കാര്യങ്ങൾ നമ്മൾ നിറവേറ്റുന്നവരാണ് എന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കുക അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. കാര്യം എന്ന് വെച്ചാൽ ഇവരുടേതായ ഇലക്ഷൻ ക്യാമ്പയിനിൽ, അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഇലക്ഷനിൽ ലാസ്റ്റ് കൊട്ടിക്കലാശം സമയത്ത് നമ്മൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും. പലതരത്തിലുള്ള മാപ്പിളപ്പാട്ടുകളിലായാലും മറ്റേ ഹിന്ദി മ്യൂസിക്, അതേപോലെ തന്നെ മറ്റെല്ലാ മ്യൂസിക് ഇട്ടിട്ട് ഇവർ ഡാൻസ് കളിക്കുന്ന വീഡിയോ ഉണ്ട്. കാരണം ഇവരുടെ ആൺകുട്ടികൾ എല്ലാവരും കൊട്ടിക്കലാശത്തിൽ ഡാൻസ് കളിക്കുന്ന എത്രയോ വീഡിയോകളുണ്ട്. ഇവിടെ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളടക്കം ഡാൻസ് കളിക്കുന്ന വീഡിയോ നമ്മളെല്ലാം കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇവർക്കെല്ലാം ആവാം, ഇവരുടെ MSFൻ്റെതായാലും മറ്റ് മുസ്ലിം സംഘടനകളായാലും മറ്റ് രാഷ്ട്രീയ പാർട്ടികളായാലും എല്ലാവരും ഡാൻസ് കളിക്കുന്നുണ്ട്, മ്യൂസിക് കളിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഇൻസ്റ്റാഗ്രാം തുറന്നാൽ കാണുന്നുണ്ട്. എല്ലാ വിഭാഗത്തിലും, അത് മതത്തിൻ്റെ വ്യത്യാസമോ മറ്റ് ജാതിയുടെ വ്യത്യാസമൊന്നും ഇതിൽ നോക്കണ്ട. എല്ലാവരും മ്യൂസിക് ആസ്വദിക്കുന്നവരാണ്, പാട്ട് പാടുന്നവരാണ്, കലാകാരന്മാർ, എത്ര കലാകാരന്മാരുണ്ട്. അപ്പം അതിനൊന്നും നമ്മൾ ഒരു വല്ലാത്ത രീതിയിൽ ആക്ഷേപിക്കുന്നതോ ഇതാക്കുന്നതോ ശരിയില്ല. ആണും പെണ്ണും അടുത്ത് ഇടപഴകുന്നില്ല എന്ന് പറയുന്നു. നമ്മളിപ്പം കോളേജിലായാലും സ്കൂളുകളിലായാലും ആൺകുട്ടികളും പെൺകുട്ടികളും മിണ്ടിയാൽ പ്രശ്നം, അതാണ് ഇവരുടെ പ്രശ്നം മെയിനായിട്ട്. പിന്നെ മ്യൂസിക് പറ്റില്ല, ഡാൻസ് പറ്റില്ല എന്ന് ഇവർ പറയുമ്പോൾ അപ്പോൾ ഇവരാദ്യം നന്നാവണ്ടേ? കാരണം ഈ പറയുന്ന ആളുകൾ ആദ്യം നന്നായിട്ട് വേണം മറ്റുള്ള കുട്ടികളെ ഉപദേശിക്കാൻ. കുട്ടികളെ സംബന്ധിച്ചിട്ട് ചെറിയ കുട്ടികൾ നല്ല രീതിയിൽ ആസ്വദിച്ചിട്ടാണ് ആ സൂംബ ഡാൻസൊക്കെ കളിക്കുന്നത്. അതേപോലെ തന്നെ ക്ലാസ് റൂമിൽ നിന്ന് പാട്ട് പാടുന്ന വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ക്ലാസ് റൂമിൽ അധ്യാപകൻ പാട്ട് പാടി കൊടുക്കുന്നത്, അതിൻ്റെ ബാക്കി കുട്ടികൾ പാടുന്നത് എന്ത് രസമായിട്ടാണ് അവരത് ആസ്വദിക്കുന്നത്, എന്ത് രസമായിട്ടാണ്. അവരുടെ മനസ്സിൽ വേറെയൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ കുട്ടികളുടെ മനസ്സിലടക്കം വല്ലാത്ത രീതിയിലുള്ള ചെറുപ്പത്തിലെ വർഗീയപരമായ ചിന്തകൾ, വേർതിരിവ്, മതത്തിൻ്റെ വേർതിരിവ്, ആ രൂപത്തിലെല്ലാം നമ്മൾ ഈ ഒരു കുട്ടികളെ ഇത്തരം പ്രസ്താവനകളിലൂടെ ഈ കുട്ടികൾ ഇതെല്ലാം നോക്കിക്കാണുന്നുണ്ട്. കുട്ടികൾ ചെറുപ്പത്തിന് ചില കുട്ടികളങ്ങ് തെറ്റിദ്ധരിക്കപ്പെടും. കാരണം നമുക്കിതൊന്നും പറ്റൂല, നമ്മുടെ മതത്തിന് ഇതൊക്കെ മോശമാണ്, ഇതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം മതത്തിനെ സ്നേഹിക്കുന്നവരായിരിക്കും കൂടുതലും കുട്ടികളും, മതപഠനം നടത്തുന്നവരായിരിക്കും. പക്ഷെ അവർക്ക് കൃത്യമായിട്ട് തന്നെ അവരുടെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവർ ചെയ്യില്ല. അപ്പോൾ ചെറുപ്പത്തിലെ കുട്ടികൾ നല്ല കലാകാരന്മാരായിട്ട് വളരേണ്ട കുട്ടികളായിരിക്കും. നല്ല ഡാൻസ് കളിക്കുന്ന കുട്ടികളുണ്ടാവും, അതിൽ നല്ല പാട്ട് പാടുന്ന കുട്ടികളുണ്ടാവും. പക്ഷേ ഈ പാട്ട് പാടുന്ന കുട്ടികളെയും ഡാൻസ് കളിക്കുന്ന കുട്ടികൾ അതൊന്നും പറ്റില്ല, ആണും പെണ്ണും തമ്മിൽ സംസാരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചെറുപ്പത്തിലേ ഇവരെ വളർത്തുകയാണ്. പക്ഷേ ഈ പറയുന്ന നേതാക്കൾ ഇവരെല്ലാം ചെയ്യുന്നുണ്ട്, ഇവർക്കെല്ലാം ചെയ്യാൻ പറ്റും. ഇവർ ഇതേപോലെ തന്നെ പാട്ട് പാടുന്നതിനനുസരിച്ച് മ്യൂസിക് വെച്ചിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഇവരുടേതായ പല വീഡിയോകളുണ്ട്, എല്ലാം ഇവർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്കൂളുകളിൽ അല്ലെങ്കിൽ മറ്റ് സ്ഥലത്ത് കാണുമ്പോഴാണ് ഇവർക്ക് പ്രതിഷേധം ഉണ്ടാവുക. അപ്പോൾ അത് തീർത്തും ശരിയല്ല. സർക്കാരിനെ സംബന്ധിച്ചിട്ട് ഇതിന് വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല. കാരണം വെച്ചാൽ ലഹരിക്കെതിരെ ലഹരി ദിനത്തിൽ നമ്മൾ സൂംബ ഡാൻസൊക്കെ കളിച്ചിട്ട് കുട്ടികൾ ഈ ലഹരിക്ക് അടിമപ്പെടാതെ ഇത്തരം ഡാൻസായാലും പാട്ടായാലും ഇതിൽ മുഴുകുക എന്നതാണ് സർക്കാർ ഉദ്ദേശിച്ച കാര്യങ്ങൾ. അതേപോലെ തന്നെ സർക്കാർ ഇതിനടകം തന്നെ ലഹരി വിമുക്തത്തിന് വേണ്ടിയിട്ടുള്ള കുട്ടികൾക്കുള്ള നിരവധിയായ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നടന്നു വരികയാണ്. അപ്പോൾ അതിൻ്റെ പുറമെയാണ് ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതൊരു എക്സസൈസ് എന്ന രീതിയിലാണ് ഇത്. ഈ സൂംബ ഡാൻസ് ഇപ്പോൾ നാട്ടിൻപുറങ്ങളിൽ നമ്മുടെ നാടുകളിലൊക്കെ കുറേ സ്ത്രീകൾ കൂടിച്ചേർന്നിട്ട് ഇത്തരം ഡാൻസുകൾ കളിക്കുന്നുണ്ട്. അതേപോലെ ഫിറ്റ്നസ് സെൻ്ററിൽ ജിമ്മിലൊക്കെ ഈ ഒരു സംഭവം തുടങ്ങിയിട്ട് കുറേ നാളുകളായി.
നമ്മളൊക്കെ നാട്ടുകളിൽ ജിം സെൻറ്ററിൽ ഇതൊക്കെ തുടങ്ങിയിട്ടും കളിക്കാൻ തുടങ്ങിയിട്ടൊക്കെ കുറേ നാളുകളായി. അപ്പോൾ ഇത് സ്ത്രീകളെ സംബന്ധിച്ചിട്ടായാലും പുരുഷന്മാരെ സംബന്ധിച്ചായാലും ഇത് വ്യായാമ മുറയാണ്. ഈ ഡാൻസ് കൊണ്ട് നല്ല രീതിയിൽ ശരീരം വേർക്കുകയും ശരീരത്തിൽ നല്ല രീതിയിൽ വ്യായാമം ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ കുറേ നേരം നടക്കുന്നതിന് പകരം ഒരു പാട്ട് വെച്ചിട്ട് ഡാൻസ് കളിക്കുകയും ശരീരം മൊത്തം ഇളകുന്ന രീതിയിൽ വ്യായാമം ചെയ്യുന്നത് ഗുണകരമല്ലേ? നമ്മളെ സംബന്ധിച്ചിട്ട് ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിട്ട് ആളുകൾ ഈ ഒരു സൂംബ ഡാൻസിനെ കുറിച്ച് പറയുന്നത് വെച്ചാൽ നല്ല രീതിയിൽ ഹൃദ്രോഗത്തിന് അടക്കം ചെറുക്കാൻ പറ്റുന്ന ഒരു ഡാൻസാണ്, അല്ലെങ്കിൽ ഒരു വ്യായാമ മുറയാണ് ഇത് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് നല്ലതാണ്. ഇത് ചെറുപ്പത്തിലെ കുട്ടികളെ ഈ ഒരു രീതിയിൽ വ്യായാമം നടത്തുന്നത് നല്ലതാണ്. ഇപ്പം നമ്മുടെ ഒരു പീരീഡ് ഉണ്ട്. അപ്പോൾ പീരീഡ് വ്യായാമം നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റ് കരാട്ടെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ യോഗ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ഇതൊക്കെ കുട്ടികൾ ചെറുപ്പം മുതലേ അഭ്യസിച്ച് വരട്ടെ. ഇതിനോട് താല്പര്യമുള്ള കുട്ടികളാണല്ലോ ഇത് ചെയ്യുന്നത്. ആരെയും നിർബന്ധിച്ചിട്ട് നീ പാട്ട് പാട് അല്ലെങ്കിൽ നീ ഡാൻസ് കളിക്കുക എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ടല്ല ചെയ്യുന്നത്, അവരുടെ ഇഷ്ടപ്രകാരമാണ് ചെയ്യുന്നത്. അപ്പോൾ സർക്കാർ ഇത്തരം പരിപാടിയായിട്ട് മുന്നോട്ട് വരുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ ഏതൊരു കാര്യവും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പം ഇതുപോലുള്ള മതത്തിൻ്റെ ആളുകളിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെല്ലാത്തിനും നെഗറ്റീവ് അടി. സർക്കാരിനോടും വിദ്യാഭ്യാസ വകുപ്പിനോടും പറയാനുള്ളത് വെച്ചാൽ ഇത്തരം മതത്തിൻ്റെ എന്നെല്ലാം പറഞ്ഞിട്ട് പേരുകൾ പറഞ്ഞിട്ട് ഇതിനൊക്കെ മുടക്കാൻ വേണ്ടിയിട്ട് പല ആളുകളും വരും. എന്നാൽ നമ്മളെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, ഭാവി തലമുറകൾക്ക് വേണ്ടിയിട്ട് ഇത്തരം വ്യായാമ മുറകളൊക്കെ അഭ്യസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇനിയും തയ്യാറാകണം. വ്യത്യസ്തമായ പരിപാടികൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കണം. ഇപ്പം തന്നെ നിരവധിയായ പരിപാടികൾ സർക്കാർ ചെയ്യുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ സ്കൂളുകളിൽ പോയാൽ നമുക്കറിയാം ഒരുപാട് മാറ്റങ്ങൾ എല്ലാ തരത്തിലും, വിദ്യാഭ്യാസപരമായിട്ടും മറ്റു തരത്തിലും കായിക മേഖലയിലായാലും എല്ലാ തരത്തിലും നല്ല രീതിയിലുള്ള മാറ്റങ്ങളാണ് നമ്മുടെ സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനിയും നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സർക്കാരിന് സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുകയാണ്.